ഇപ്പോൾ നമ്മുടെ അൾട്രാ വയലറ്റിന്റെ സ്പേസ് സ്റ്റേഷനിലാണ്. നമുക്കൊന്ന് ജസ്റ്റ് അകത്ത് കയറിയാലോ. അങ്ങനെ ഞാൻ നമ്മുടെ അൾട്രാ വയലറ്റ് F77 സൂപ്പർ സ്ട്രീറ്റ് ആയിട്ട് ഒരു ഡ്രൈവ് ഇറങ്ങി. ഒരു രക്ഷയില്ല, അതുപോലെ ഫാസ്റ്റ്, 100 Nm ടോർക്കുള്ളതുകൊണ്ട് അതുപോലെ പവറാണ്. ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ പറക്കുകയാണ് ഈ വാഹനം. ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ആൻഡ് ഫാസ്റ്റസ്റ്റ് EV എന്ന് പറയുന്ന ഈ ഒരു അൾട്രാ വയലറ്റ് F77 തന്നെയാണ്. ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ നമുക്കറിയാം നല്ല എയറോ ഡൈനാമിക് ആണ് അത്. ഈ ഒരു വാഹനം ഡ്യുവൽ ABS വരുന്ന ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതായത് അതിനർത്ഥം നല്ല കിടിലൻ ബ്രേക്കിംഗ് ആണ്. അൾട്രാ വയലറ്റ് സൂപ്പർ സ്ട്രീറ്റ് ഒരു EV വാഹനമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോപ്പ് സ്പീഡ് എത്രയാണ്? 155 km/h ആണ് ഈ വാഹനത്തിന്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. എന്നാൽ ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളൊരു EV ഓടിക്കുന്ന ഒരു ഫീലേ നമുക്ക് തോന്നത്തില്ല. നല്ല രീതിക്ക് കോർണേഴ്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. കാരണം നല്ല രീതിക്ക് കോർണർ ചെയ്യുമ്പോൾ പോലും ഈ വാഹനത്തിന്റെ വെയിറ്റ് കാരണമാണ് നമുക്ക് നല്ലൊരു സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ട്, നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവലും കിട്ടുന്നത്. 0 to 60 km സ്പീഡ് ആക്കാൻ പറ്റും വെറും 2.8 seconds മാത്രം മതി. ഇനിയാണ് ഈ വാഹനത്തിന്റെ ഒരു മെയിൻ കാര്യം, അതായത് റേഞ്ച് എത്രയാണെന്നുള്ളത്. ഇത്രയും പവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു EV ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു റേഞ്ച് എത്ര വരും? ഇതിന് 323 km ആണ് റേഞ്ച് കപ്പാസിറ്റി കിട്ടുന്നത്. എന്നാൽ ഇതിൽ മുകളിൽ കിട്ടിയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇതിന് റീജൻ 9 സ്റ്റേജ് ആണ് നമുക്ക് ഇന്ന് റീജൻ വരുന്നത്. ഈ ഒരു വാഹനം ജസ്റ്റ് കാഴ്ചയിലുള്ള കാര്യമല്ല, ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, കാരണം പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഓടിച്ചു നോക്കി എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. അൾട്രാ വയലറ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വാഹനമായ F99 നിർമ്മിക്കുന്നത്. അൾട്രാ വയലറ്റ് സ്പേസ് സ്റ്റേഷനിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം. നമ്മുടെ എറണാകുളത്ത് പാടിവട്ടത്ത് ഇത് അവൈലബിൾ ആണ്. ഒരു ഡ്രൈവ് ഷുവർ ആയിട്ട് നിങ്ങൾ എടുത്തു നോക്കുക. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ അവൈലബിൾ ആണ്.